പ്രിയങ്കരായ നമ്മുടെ വേദിയിലുള്ള നമ്മുടെ പ്രിയങ്കരായ നേതാക്കൾ ഷാഫി അടക്കം ഇവിടെ സംസാരിച്ച നേതാക്കൾ ഒരുപാടുണ്ട്, വരാൻ ഒരുപാട് പേരുണ്ട്. കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ തന്നെ മണ്ഡലം നേതാക്കന്മാർ, അതുപോലെ MSFൻ്റെ സംസ്ഥാന സെക്രട്ടറി, അങ്ങനെ നമ്മുടെ ഹിലിയ, അതുപോലെ എല്ലാ നേതാക്കളുണ്ട്. ഞാൻ എല്ലാവരെയും അഭിസംബോധന ചെയ്യാൻ ഈ സമയം ഉപയോഗിക്കുന്നില്ല. നമ്മുടെ പ്രിയ മൻസൂറിൻ്റെ ഓർമ്മ, ആ സെൻറ്റിമെൻറ്റ്, അതാണ് സത്യത്തിൽ കഴിഞ്ഞ വർഷം വന്നു. ഈ വർഷവും എത്ര സാഹചര്യം എന്ത് ആണ് എങ്കിൽ പോലും ഇവിടെ വന്ന് ആ അനുസ്മരണത്തിൽ നമുക്കൊരിക്കലും ഈ സംഘടനയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ ഈ സമൂഹത്തിന് വേണ്ടി ത്യാഗം ചെയ്ത നമ്മുടെ പ്രവർത്തകനെ മറക്കാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിന്ന് ഇവിടെ എത്തി ഈ അനുസ്മരണ സമ്മേളനത്തിൽ, ഈ പ്രാർത്ഥനയിൽ അവന് വേണ്ടിയുള്ള, നമ്മുടെ പ്രവർത്തകന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ വന്നത്. നമ്മുടെ പ്രാർത്ഥന എപ്പോഴും മൻസൂറിൻ്റെ കൂടെ ഉണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ, ഇവിടെ ഷാഫി നേരത്തെ പറഞ്ഞതുപോലെ, പല തിന്മകളോടുമാണ് നമ്മൾ പോരാടുന്നത്. ആ തിന്മകളോട് പോരാടിയേ പറ്റൂ. ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാവശ്യമില്ല ഈ രാജ്യത്തെ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ ഇടപെടേണ്ട ഒരു കാര്യമില്ല. വഖഫ് അത് മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് മരണാനന്തരം നന്മ കിട്ടാൻ വേണ്ടി അവർ പൊതു മുതലായി മാറ്റിവെക്കുന്ന സംഗതിയാണ് വഖഫ്. അതിലാർക്കെന്ത് നഷ്ടം? അവരവരുടെ അധ്വാനത്തിൽ നിന്നേ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത്ര നിരുപദ്രവമായ, സത്യത്തിൽ സ്വന്തം സ്വത്ത് പബ്ലിക് പ്രോപ്പർട്ടിയാക്കി മാറ്റുന്ന, സ്വന്തം സ്വത്ത് കോളേജിന് കൊടുക്കുന്ന, സ്വന്തം സ്വത്ത് ഖബറിസ്ഥാന് വേണ്ടി കൊടുക്കുന്ന, സ്വന്തം സ്വത്ത് റോഡിന് വേണ്ടി കൊടുക്കുന്ന ഒരു നല്ല പ്രവൃത്തിയെ അത് ചെയ്യുന്നത് ഒരു പ്രത്യേക സമുദായമാണ് എന്ന് കരുതി അതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. അതാണ് ഇവിടെ സഹോദര പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഇന്ത്യയുടെ ഉന്നത നീതിപീഠത്തിൽ ചോദ്യം ചെയ്തിരിക്കുന്നത്. നമ്മൾ ജനാധിപത്യ വേദികൾ ഉപയോഗിക്കുകയാണ്. ഷാഫിയോടുണ്ട്, പാർലമെന്റിൽ ഉപയോഗിക്കുകയാണ്. പാർലമെന്റിൽ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് അതിനെ എതിർത്തു. നമുക്ക് അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ രാജ്യത്ത് നടന്ന തെരഞ്ഞെടുപ്പ് ദിവസം നടന്ന ആ അക്രമം, ഇവിടെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ ആ അക്രമം, നമുക്കെല്ലാവർക്കും ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ 2 വർഷവും മത്സരിക്കും. പക്ഷെ എന്തിനാ അക്രമം? ഒരു സുഹൃത്തിന്റെ, ഒരു യുവാവിന്റെ ജീവൻ ഈ ഭൂമിയിൽ ഇല്ലാതാക്കുന്ന ആ വലിയ ക്രൂരമായ പ്രവൃത്തി കൊണ്ട് അവർക്ക് എന്ത് കിട്ടി? അവർക്ക് എന്താണ് അതുകൊണ്ട് കിട്ടിയത്? നമുക്കറിയാം. ആ ദിവസം ഞാനിവിടെ വന്നിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ നിഷ്ഠൂരമായ കൊലപാതകം, ക്രൂരമായ കൊലപാതകം കൊണ്ട് എന്താണ് അവർക്ക് കിട്ടിയത്? മനസാക്ഷി കുത്തില്ലാതെ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്ന, ഇന്ത്യ രാജ്യത്ത്, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും തടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഫാസിസ്റ്റ് പ്രവണതയുള്ള അക്രമ സ്വഭാവമുള്ള ആളുകളുടെ ക്രൂരതകൾ അത് ഈ രാജ്യം കാണുകയാണ്. ഒറീസയിലെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയുള്ള ക്രിസ്തീയ മതവിശ്വാസികൾക്കെതിരായി BJP നടത്തിയത്. അതേപോലെ തന്നെ ഓരോ പ്രദേശത്തും അവിടെയൊക്കെ നടത്തുന്നുണ്ട്. പാലക്കാട് ഇപ്പോൾ കൊലവിളി നടത്തുകയാണ്, അത് BJP-യാണ്. പക്ഷെ അവിടെ ആരാണെങ്കിൽ ഇവിടെ എവിടെയായാലും അക്രമമാണ്. നിഷ്ഠൂരമായ പ്രവൃത്തികളാണ്. എന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ആ നല്ല പ്രവർത്തനങ്ങളിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു എന്നതുള്ളതിൻ്റെ വലിയ തെളിവാണ് ഇന്നലെ കോഴിക്കോട് കടപ്പുറം കണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ആളുകൾ വിശ്വാസമർപ്പിക്കുന്ന സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളിൽ, അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ലീഡേഴ്സിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന നേതാക്കളിൽ വിശ്വാസമർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഉള്ള സമയം നല്ലതിന് ചെലവഴിക്കുക, നാട്ടിൽ നല്ല പ്രവൃത്തികൾ നടത്തുക. അതിനു പകരം ഇവർ ചെയ്യുന്നത് സമുദായങ്ങളെ തമ്മിലടുപ്പിച്ച്
ആ വികാരം ഊതി ഊർപ്പിച്ചു വിട്ട് മുനമ്പത്തായാലും ഡൽഹിയിലായാലും ബോംബെയിലായാലും എവിടെയായാലും ആ വികാരം ഊതി ഊർപ്പിച്ചിട്ട് ആളുകളെ തമ്മിലടിപ്പിക്കും. നമ്മൾ അതിന് എതിരായിട്ടാണ് പോരാടുന്നത്. ആ പോരാട്ടം നമ്മൾ തുടരും. കണ്ണൂർ ജില്ലയുടെ ചരിത്രം നമുക്കറിയാം. അതുപോലെ തന്നെ കണ്ണൂരിലും നാദാപുരത്തും പരിസരത്തും മറ്റു ഭാഗങ്ങളിലൊക്കെ ഞാൻ പൊതുപ്രവർത്തനം തുടങ്ങിയതിനു ശേഷം എല്ലാവിധ അതിക്രമങ്ങളും അക്രമങ്ങളും ബോംബും ഭീഷണിയും വെടിവെപ്പും അടിയും ഇടിയും ഒക്കെ കണ്ട ഒരാളാണ്. പക്ഷേ ഒരിക്കലും തന്നെ ഉറപ്പിച്ചെനിക്ക് പറയാൻ പറ്റും, ഒരു ഘട്ടത്തിലും ഒരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനും പതറിയിട്ടില്ല. അതൊന്നും കണ്ട് ആ നല്ല പ്രവൃത്തിയിൽ നിന്ന് പിൻവാങ്ങിയിട്ടുമില്ല. പ്രതിബന്ധങ്ങളെ തരണം ചെയ്തേ പോയിട്ടുള്ളൂ. ചിലർ ഇവരിക്കുന്നുണ്ട് തളിപ്പറമ്പിലും പരിസരത്തും. അതുപോലെ തന്നെ ഷഹദുള്ള അവിടെ ഇരിപ്പുണ്ട്, അവിടെ പയ്യന്നൂരും പരിസരത്തും. അവിടെയൊക്കെ എന്തെല്ലാം സംഭവങ്ങളാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, എന്തെല്ലാം സംഭവങ്ങളാണ് ഈ നാട്ടിൽ അരങ്ങേറിയിരിക്കുന്നത്. ഈ നാദാപുരത്ത് നമുക്കറിയാം ദിവസങ്ങളോളം നടന്ന അതിക്രമങ്ങളും അക്രമങ്ങളും ഓർമ്മയിൽ നിന്നും മായൂല. ഇതിവിടെ എപ്പോഴും തുടർന്നുകൊണ്ടിരുന്നു. പക്ഷേ ആരും അവരുടെ വിശ്വാസത്തിൽ നിന്നൊരു ഇഞ്ച് പിറകോട്ട് പോയിട്ടില്ല. മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകനെയും ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാനൊട്ട് കഴിഞ്ഞിട്ടുമില്ല. അവസാനം വരെ ഖിയാമത്ത് നാൾ വരെ അതിനൊട്ട് ആര് വിചാരിച്ചാലും നടക്കുകയുമില്ല. നമ്മളെ ആദർശത്തിൽ ഉറച്ചു മുന്നോട്ട് പോകും. എന്നിട്ട് ഈ ഫൈറ്റ് എന്ന് പറയുന്നത് നാടിനെ നല്ലത് വരുത്താൻ, വിദ്യാഭ്യാസപരമായി മുന്നേറാൻ, ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ നമ്മൾ വന്നപ്പോൾ അതേ ചെയ്തിട്ടുള്ളൂ. നമ്മളിവിടെ കോളേജ് ഉണ്ടാക്കി, അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി, സർസേത് ഉണ്ടാക്കി, അവിടെ തലമുറകൾ പഠിച്ചുപോയി. പക്ഷെ ഇവർക്ക് കുത്തിത്തിരിപ്പുണ്ടാക്കലാണ് ഇവിടെ. കുത്തിത്തിരിപ്പുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി, അങ്ങനെ ഒരു രാഷ്ട്രീയം. ആ രാഷ്ട്രീയം കൊണ്ട് എന്താ കാര്യം? ആ രാഷ്ട്രീയം കൊണ്ട് അവർക്കും ഗുണമില്ല, ആർക്കും ഗുണമില്ല. പക്ഷെ അവരത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അവർ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ട് താൽക്കാലികമായ വിജയം BJPക്കുണ്ടാവാം, താൽക്കാലികമായ വിജയം CPMനുണ്ടാവാം, ഇടതുപക്ഷത്തിനുണ്ടാവാം. പക്ഷേ ജാതിയും മതവും ഒക്കെ നോക്കി എല്ലാ കാലത്തും നടക്കൂല എന്നുള്ളതിന് തെളിവാണ് ഇവിടെ ഇരിക്കുന്ന ഷാഫി എന്നുള്ളത് പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. എല്ലാ മതക്കാരും എല്ലാ ജാതിക്കാരും ഒരുപോലെ വോട്ട് ചെയ്തില്ലേ? ഈ വടകര അസംബ്ലി പാർലമെന്റ് മണ്ഡലത്തിലൊക്കെ ഒരു ജാതി അതേ ജാതിക്ക് വോട്ട് ചെയ്യുള്ളൂ എന്ന ഒരു ചിന്ത അതൊന്നുമില്ലല്ലോ. മുസ്ലിം ലീഗുകാർക്ക് അത് പണ്ടേ ഇല്ല. ബഹുമാനപ്പെട്ട ശിഹാബ്ദങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തിരുരങ്ങാടിയിൽ ശ്രീ AK ആന്റണി മത്സരിച്ചു. AK ആന്റണിയുടെ സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടിയില്ല തിരുരങ്ങാടിയിൽ. പക്ഷെ അതൊരു മുസ്ലിം ലീഗ് പ്രവർത്തകന് ബാധകമല്ല. അവൻ ജാതിയും മതവും നോക്കി വോട്ട് ചെയ്യുന്നവരല്ല, നേരും നെറിയും നോക്കി വോട്ട് ചെയ്യുന്നവരാണ്, സത്യത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൽ നമുക്ക് വിശ്വസിക്കാം, മതേതരത്വത്തിൽ നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ അത് ഉയർത്തിപ്പിടിക്കാൻ ഒക്കഫിന് വേണ്ടി ഇപ്പം നടത്തുന്ന ഫൈറ്റ് അതാണ്. ഒക്കഫിന് വേണ്ടി നമ്മൾ കേസ് നടത്തുന്നത് അതുകൊണ്ടാണ്. സുപ്രീം കോടതി ചോദിച്ചു, അവരുടെ വിശ്വാസത്തിൽ നിങ്ങൾ എന്തിനിടപെടണം? കേന്ദ്ര ഗവൺമെന്റിനോടാണ് ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി പറയാൻ ഞങ്ങൾക്ക് ഒരാഴ്ച വേണമെന്നാ പറയുന്നത്. 2 മിനിറ്റ് കൊണ്ട് പറയാവുന്നതല്ലേ? അതാണ് ഇപ്പൊ കോടതി കൊടുത്തത്. ഞങ്ങൾ ഒരാഴ്ച എങ്ങനെയാ വെച്ചാ പഠിച്ചിട്ട് വാ. ഇവിടെ മറ്റു തിരുപ്പതി ഉണ്ട്, മറ്റു ഭരണസമിതികളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ അവരുടെ ആളുകളെ ഇതിനകത്ത് കുത്തിത്തിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ വൈഷ്ണവ ദേവി ക്ഷേത്രം അതൊക്കെ സുപ്രീം കോടതി എടുത്തു പറഞ്ഞു. അവിടെ മുസ്ലിങ്ങളെ നിങ്ങൾ അനുവദിക്കൂ. പിന്നെ എന്താ ഇവിടെ ഇങ്ങനെ? കോടതിയുടെ ആ ചോദ്യം, അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ, അതിനെന്താ മറുപടി എന്നാ ചോദ്യം. അതിന് മറുപടി പറയാൻ ഒരാഴ്ച വേണമെന്നാ പറഞ്ഞത്. ഒരാഴ്ച എടുത്താലും നിങ്ങൾക്ക് ഈ രാജ്യത്ത് മറുപടി ഉണ്ടാവില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. സുപ്രീം കോടതിയിൽ നിന്ന് നീതി കിട്ടും. അതാണ് ഇത് രാജ്യം. നമുക്കറിയാം, പൗരത്വ പ്രശ്നം വന്നു. പൗരത്വ പ്രശ്നം വന്നപ്പോ എന്തുണ്ടായി? എല്ലാം നടപ്പായി എന്ന് വിചാരിച്ചു. നാട്ടിലുള്ള ആളുകളെ മുഴുവൻ നാട് കടത്തും എന്ന് വിചാരിച്ചു. അവസാനം നാട് കടത്തിയോ? ഇല്ല. ഇലക്ഷന്റെ തൊട്ട് മുമ്പ് സുപ്രീം കോടതിയിൽ നമ്മൾ പോയി കേസ് നടത്തി. ആ കേസ് നീണ്ടുപോയി, തെരഞ്ഞെടുപ്പിലേക്ക് പോയി. തെരഞ്ഞെടുപ്പിൽ വന്നപ്പോ വിചാരിച്ച ഭൂരിപക്ഷം കിട്ടിയില്ല. ആ നിയമം അറബിക്കടലിലേക്ക് പോവുകയും ചെയ്തു. പൗരത്വ നിയമം അറബിക്കടലിലായി. അത് ഈ രാജ്യത്ത് സംഭവിച്ചാണല്ലോ.
അതേപോലെയൊക്കെ എന്തെങ്കിലും വഖഫിന്റെ കാര്യത്തിൽ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ആ ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്. ആ ഫൈറ്റ് തുടരും, ഒരു സംശയവും വേണ്ട. മൻസൂറിനെ ഓർത്തുകൊണ്ട് ഞാൻ പറയട്ടെ, അതിക്രമങ്ങൾക്കും അക്രമങ്ങൾക്കും മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കുകയില്ല എന്നുള്ളത് പറയാനാണ്. ഇവിടെ അത്തരം പ്രവൃത്തി കൊണ്ട് ഒരു ഗുണവും ആർക്കുണ്ടാവില്ല ഈ രാജ്യത്ത്. അതുപോലെ ഇപ്പോൾ പാലക്കാട്ട് കാലുവെട്ടും തലവെട്ടും, കാലും വെട്ടൂല തലയും വെട്ടൂല. അത് ചെയ്യുന്ന അതൊക്കെ ഭീരുവിൻ്റെ മുദ്രാവാക്യമാണ്. അത് ഭീരുക്കൾ നടത്തുന്ന മുദ്രാവാക്യമാണ്. ധൈര്യശാലികൾ അങ്ങനെ മുദ്രാവാക്യം വിളിക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചങ്കുറപ്പോടെ പൊതുപ്രവർത്തനം നടത്തി നാട്ടുകാർക്ക് വല്ലതും നല്ലത് ചെയ്ത് മുന്നേറാം. മൻസൂറിനെ ആ ചെറുപ്രായത്തിൽ ജീവൻ നഷ്ടപ്പെട്ടെങ്കിലും എന്നും നമ്മളുടെയൊക്കെ പ്രാർത്ഥന കൂടെ ഉണ്ട്. അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാണ്. ഞാൻ ഈ ധൃതി വെച്ച് പോകുന്നത് തലശ്ശേരി പോയി അടുത്ത ട്രെയിൻ പിടിച്ച് മറ്റു പരിപാടിക്ക് പോകണം എന്നുള്ളത് കൊണ്ടാണ്. ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിസ്മരിക്കുന്നു. സ്ലാവരെ ധീര ഷഹീദ് മൻസൂറിന്റെ